ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അന്ന് അമ്മ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? ചിലവർക്ക് ചില ജോലി ആയിരിക്കാം, ചിലവർക്ക് വീടായിരിക്കാം, ചിലവർക്ക് ഉന്നതമായ വിജയം, പരീക്ഷയിൽ നല്ല മാർക്ക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ആഗ്രഹങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ. അതൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ സാധിച്ചെടുക്കാം? ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും മക്കളെ. അതെങ്ങനെയാണ് എളുപ്പത്തിൽ സാധിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒന്ന് വന്നിരിക്കുന്നത് കേട്ടോ. മക്കളെ, ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കണതേ വെറും ഒരു വെള്ള പേപ്പർ. നിങ്ങൾക്ക് അല്ലെങ്കിൽ പുസ്തകം എടുക്കാട്ടോ. ഇനിയിപ്പോ പേപ്പർ ആണെങ്കിൽ പേപ്പർ, ഞാൻ ഇത് ചീന്തി കാണിക്കണില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു വെള്ള പേപ്പർ, പിന്നെ നമുക്ക് കണ്ടോ ഇതിൽ പച്ചമഷിയാണ്, കണ്ടല്ലോ, ഒരു പച്ചമഷി പേന, ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോ പച്ചമഷി എന്ന് പറയുന്നത് അറിയോ നിങ്ങൾക്ക്? ഈ പച്ച നിറം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിറം മക്കളെ. പിന്നെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും കളറാണ് പച്ച. പിന്നെ ബുധന്റെ നിറം പച്ച. അപ്പോ ഇങ്ങനെയൊക്കെ ആവുമ്പോ നമ്മളെ പച്ച നിറം കൊണ്ട് നമ്മൾ എന്ത് എഴുതുമ്പോഴും നമ്മളുടെ ഉള്ളിലെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ പാശ്ചാത്യര് ഇതിനെ എന്താ പറയാന്നറിയോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആഗ്രഹം പെട്ടെന്ന് സാധിക്കാൻ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ പച്ച നിറമുള്ള പേന എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ നമ്മളുടെ സനാതന ധർമ്മങ്ങളിലെ പണ്ട് മുതലേ ഉള്ള സങ്കല്പ ശക്തിയാണ് ഇത് കേട്ടോ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് പൂജാമുറിയില് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചതിന്റെ ശേഷം വരയില്ലാത്തൊരു പേപ്പർ എടുത്ത് പച്ചമഷി പേന എടുത്തിട്ട് നമ്മൾ ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾക്ക് വേണ്ട ആഗ്രഹം എഴുതാൻ. ഇവിടെയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മളുടെ ആഗ്രഹം എഴുതുമ്പോൾ നമ്മൾ ആഗ്രഹം നടന്നു കഴിഞ്ഞു, എന്റെ ഭഗവാനെ എന്നെ ആഗ്രഹം നടന്നു കഴിഞ്ഞല്ലോ, അതിന് നന്ദി എന്നാണ് നമ്മൾ ആ പേപ്പറിൽ എഴുതേണ്ടത്. ഉദാഹരണത്തിന് എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾക്കൊരു വീടാവും, ചിലവർക്കൊരു ജോലിയാവും. ഒരു വീടാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട് പണിയൊക്കെ നടത്തി തന്നല്ലോ ഭഗവാനെ, ആ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ ഭഗവാനെ, അതിന് ഞാൻ സർവേശ്വരനോട് ഒരുപാട് നന്ദി പറയണം. അങ്ങനെ നമ്മളൊരു 3 തവണ നന്ദി എഴുതണം കേട്ടോ. ജോലിക്കാരിയാണെങ്കിലും നമുക്ക് ജോലി കിട്ടിയതിന് നന്ദി, അല്ലാതെ ജോലി തരണേ ഭഗവാനെ എന്ന് ഒരിക്കലും നിങ്ങൾ അങ്ങനെ എഴുതരുത് കേട്ടോ. നടന്ന് സങ്കല്പിച്ച് എഴുതുക. അപ്പൊ അതെങ്ങനെ എഴുതണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 21 തവണ ചുരുങ്ങിയത് എന്റെ ആഗ്രഹമൊക്കെ നടത്തി തന്നതിന് ഭഗവാനോട് നന്ദി. നന്ദി നിങ്ങൾക്ക് 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എഴുതാം ഓരോ വരിയിലും. അങ്ങനെ നമ്മളുടെ ആഗ്രഹം 21 തവണ നമ്മൾ എഴുതി വെക്കുക. അല്ല, നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ സാധിച്ചാൽ 51 തവണ എഴുതി വെക്കാം. ഇത് എഴുതുമ്പോൾ നമ്മൾ നല്ല ഭക്തിയോട് കൂടിയിട്ടും നല്ല വിശ്വാസത്തോട് കൂടിയിട്ടും എഴുതാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെ വെക്കണമെന്ന്. നമ്മൾക്ക് പൂജാമുറിയിൽ വേണമെങ്കിൽ വെക്കാം, നമ്മളുടെ തലയണയുടെ അടിയിൽ വേണമെങ്കിലും വെക്കാം. അപ്പൊ നമ്മൾ ഇത് രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഈ പേപ്പറിൽ എഴുതിയത് വായിച്ചിട്ട് സന്തോഷം, നമുക്കൊരു വീടാണെങ്കിൽ ആ പുതിയ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കണോ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കണോ, ആ സന്തോഷത്തിന്റെ പ്രകടനം പോലെ നിങ്ങൾ ജീവിക്കണം കേട്ടോ. ആ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഉറങ്ങുക. എന്നിട്ട് ഉണർന്നു കഴിഞ്ഞാലും ആ പേപ്പർ എടുത്ത് നിങ്ങൾ വായിക്കുക. അപ്പൊ നിങ്ങൾ ആ നന്ദിയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 7 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തുടർന്ന് എഴുതാട്ടോ. ആദ്യത്തെ ദിവസം നിങ്ങൾ 21 പ്രാവശ്യം എഴുതിക്കണം വെച്ചാൽ 7 ദിവസം നിങ്ങൾക്ക് 21 തവണ വേണമെങ്കിൽ എഴുതാം. പിന്നെ ചിലവർക്ക് ഒരു മടി ഉണ്ടല്ലേ, ഒരു ദിവസം 21 തവണ എഴുതി വെച്ചല്ലോ ഇനി ഞാൻ എഴുതുന്നില്ല എന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മളെ വിശ്വാസം പോലെ കേട്ടോ. കൂടുതൽ തവണ എഴുതി വിചാരിച്ചിട്ട് കൂടുതൽ ഫലം കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ വിശ്വാസം അല്ലേ, കൂടുതൽ വിശ്വാസമാണ് മക്കളെ വേണ്ടത്. നടക്കുമോ എന്ന് നിങ്ങൾ ശങ്കിക്കരുത് കേട്ടോ. നടക്കും, നടന്നതായി തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ഭൂമിയില്. പിന്നെ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തല്ലോ, ഞാൻ എഴുതി വെച്ചല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത് പൊന്നു മക്കളെ. ഒരു വീടിനാണെങ്കിൽ നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ കാശ് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുകയും ചെയ്യുക, അതിന് പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് വഴി കൂടെങ്കിലും അതിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. കാരണം പ്രപഞ്ചത്തിനോട് നിങ്ങൾ ആവലാതി പറയണ്ട, സങ്കടം പറയല് നിങ്ങൾ നിർത്തുക. കിട്ടിയതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി തരാത്തതായിട്ട് ഒന്നുമില്ല മക്കളെ. അതുപോലെ ഇപ്പൊ ഒരു ജോലിക്കാണെങ്കിൽ തന്നെ നിങ്ങൾ ജോലി കിട്ടിയതായിട്ട് അങ്ങനെ വിചാരിക്കുക. പക്ഷെ നിങ്ങൾ പി എസ് സിക്ക് ആണ് ശ്രമിക്കണം വെച്ചാല് പഠിക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്. അതുപോലെ അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം നന്നായിട്ട് വേണം അല്ലെ. ഒരു പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും വേണ്ടേ, പഠിച്ചത് മറക്കാതെ എഴുതാൻ സാധിക്കണ്ടേ. അപ്പൊ മക്കളെ
ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? ഭക്തി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നടക്കാത്തത് ഒരു കാര്യമില്ല മക്കളെ. പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. നമ്മളുടെ മനസ്സിന്റെ പോലെയാണ്, മനസ്സിലായല്ലോ? മനസ്സിന്റെ ശക്തിയാണ്. എനിക്ക് എല്ലാം നേടാൻ സാധിക്കും. ഇതൊരു ധൈര്യം നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. പേടി അത് പാടില്ല. ഓ എനിക്ക് ജോലി കിട്ടും, അവയ്ക്കൊരു പേടി തോന്നുന്നു പരീക്ഷ എഴുതാൻ. അങ്ങനെ പേടിക്കരുത്. എല്ലാം എനിക്ക് എഴുതാൻ കിട്ടും എന്ന് നിങ്ങൾ ദൃഢമായിട്ട് വിശ്വസിച്ചു നോക്കെ. ഇങ്ങനെ ഒന്ന് എഴുതി വെക്കും കൂടി ചെയ്തു നോക്കാം നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ ഓരോരുത്തരും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ, അമ്മയോട് വന്നിട്ടേ. പിന്നെ അതേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടത്തിലെ സബ്സ്ക്രൈബും കൂടി ഒന്ന് അമർത്തണേ മക്കളെ. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. എന്നാലല്ലേ അമ്മയുടെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സർവേശ്വരനോട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് ഒപ്പം ഉണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അമ്മ എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ തന്നെയാണ്. അപ്പൊ ഇനി എന്താ, അമ്മ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.